വചനവയലൊരുക്കുന്ന മിഷലിങ്ങിനെ അറിയാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ചെറുപുഷ്പ മിഷലിംഗ് സുഹൃത ജപങ്ങൾ. മിഷലിംഗ് എന്ന സംഘടനയുടെയും അതിലെ അംഗങ്ങളുടെയും പ്രഥമവും പ്രധാനപ്പെട്ടതുമായ കർത്തവ്യമാണ് നിരന്തര പ്രാർത്ഥനകളും സുഹൃത ജപങ്ങളും ചൊല്ലി കാഴ്ചവെക്കുക എന്നത്. സംഘടനയുടെയും അതിലെ അംഗങ്ങളുടെയും ശക്തി സ്രോതസ്സാണ് പ്രാർത്ഥനയും സുഹൃത ജപങ്ങളും. പ്രാർത്ഥനയും സുഹൃത ജപങ്ങളും ആശയടക്കം, പരോപകാര പ്രവർത്തികൾ, ജപമാല അർപ്പണം, വിശുദ്ധ കുർബാന, ശനിയാഴ്ച സമ്മേളനം, ബൈബിൾ പാരായണം തുടങ്ങിയവ ഇല്ലാത്ത സംഘടനയ്ക്ക് നിലനിൽക്കാനേ കഴിയുകയില്ല എന്ന ബോധ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് ഓരോ അംഗത്തിൻ്റെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് സംഘടനയെ സ്നേഹിക്കുകയെന്നാൽ പ്രാർത്ഥനകളും സുഹൃത ജപങ്ങളും ചൊല്ലി കാഴ്ചവെക്കുക എന്നതാണ്. തികഞ്ഞ ബോധ്യത്തോടു കൂടി സുഹൃത ജപങ്ങൾ ചൊല്ലി കാഴ്ചവെക്കുന്ന അംഗത്തിനും സംഘടനയ്ക്കും ആവശ്യമായതെല്ലാം അത്യുന്നതനായ ദൈവം യഥാസമയം നൽകിക്കൊണ്ടേയിരിക്കും. 7 അംഗങ്ങളിൽ തുടങ്ങിയ സംഘടന 16 ലക്ഷം അംഗങ്ങളിലേക്ക് വളർന്നെങ്കിൽ അത് അംഗങ്ങളായിരിക്കുന്നവരുടെ പ്രാർത്ഥനകളും സുഹൃത ജപങ്ങളും കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. സംഘടനയുടെ പ്രാഥമികമായ പ്രാർത്ഥനകൾ ഏതെല്ലാമെന്ന് നമുക്ക് കാണാം. 1. സ്വർഗസ്ഥനായ പിതാവേ. 2. നന്മ നിറഞ്ഞ മറിയമേ. 3. ത്രിത്വസ്തുതി. 4. 6 സുഹൃത ജപങ്ങൾ. അവ ഇവയാണ്: ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ തോമാസ് ലിഹായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തികഞ്ഞ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുവാനും സുഹൃത ജപങ്ങൾ ചൊല്ലാനുമുള്ള കൃപ എല്ലാ അംഗങ്ങൾക്കും ലഭിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കണമേ എന്നും പ്രാർത്ഥിക്കാം.